വെൽക്കം ബാക്ക് ടു അഡ്രിനാൽ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ബ്ലഡ് സപ്ലൈ ഓഫ് ഹാർട്ട്. ഇത് ലോങ് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ്. സോ നമ്മളിതിൽ നോക്കാൻ പോകുന്നത് ആർട്ടീരിയൽ സപ്ലൈയും വീനസ് ഡ്രെയിനേജും ആണ്. ഓക്കെ, സോ ഫസ്റ്റ് അബൌട്ട് ദി ആർട്ടീരിയൽ സപ്ലൈ. മെയിൻലി 2 coronary arteries ആണ് ആർട്ടീരിയൽ സപ്ലൈ കൊടുക്കുന്നത്. That is, it arises from the ascending aorta, that is right coronary artery and left coronary artery. So right coronary artery, അതിൻ്റെ origin, it is from the anterior aortic sinus of ascending aorta. അതിൻ്റെ കോഴ്സ് ആണെങ്കിൽ ആദ്യം it runs between the pulmonary trunk and right auricle. എന്നിട്ട് അത് it descends vertically in the right atrioventricular groove. എന്നിട്ട് എവിടെ എത്തും? ജംഗ്ഷനിലെത്തും. ഇറ്റ് റീച്ചസ് ദി ജംഗ്ഷൻ ഓഫ് ദി റൈറ്റ് ആൻഡ് ഇൻഫീരിയർ ബോർഡർ ഓഫ് ദ ഹാർട്ട്. ബോർഡറിലെത്തുമ്പോഴത്തേക്കും അത് പോസ്റ്റീരിയർലി ടേൺ ചെയ്തിട്ട് പോസ്റ്റീരിയർ എ വി ഗ്രൂവിൽ കൂടെ റൺ ചെയ്യും. എന്നിട്ട് അത് പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ഗ്രൂവിലെത്തിയതിന് ശേഷം ഇറ്റ് അനസ്റ്റമോസസ് വിത്ത് ദി എൽ സി എ. സോ നമ്മൾ ഫിഗർ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം, ഇതാണ് നമ്മുടെ റൈറ്റ് കൊറോണറി ആർട്ടറി. സോ റൈറ്റ് കൊറോണറി ആർട്ടറി വന്നു, എന്നിട്ട് അത് നമ്മുടെ ഈ ബോർഡറിലെത്തിയിട്ട് ഇറ്റ് ടേൺസ് പോസ്റ്റീരിയർലി, എന്നിട്ട് അത് എൽ സി, ഇതാണ് എൽ സി എ. സോ എൽ സി ആയിട്ട് അനസ്റ്റമോസ് ചെയ്ത് ടെർമിനേറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ബ്രാഞ്ചസ് നോക്കുവാണെങ്കിൽ ബ്രാഞ്ചസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റൈറ്റ് കൊറോണറി ആർട്ടറി ആണെങ്കിൽ ഫസ്റ്റ് ബ്രാഞ്ച് ഇസ് ദ റൈറ്റ് കോണസ് ആർട്ടറി. ഇറ്റ് സപ്ലൈസ് ദി ആൻറ്റീരിയർ സർഫസ് ഓഫ് പൾമണറി കോണസ്. സെക്കൻഡ് ബ്രാഞ്ച് ആണെങ്കിൽ ഏട്രിയൽ ബ്രാഞ്ച് ഉണ്ട്. ഇറ്റ് സപ്ലൈസ് ദി ഏട്രിയ. അതിൻ്റെ ഒരു ഇതാണ് ആർട്ടറി ഓഫ് എസ് എ നോഡ്. സോ 60% ഓഫ് കേസസിലും എസ് എ നോഡിന് ഈ ആർട്ടറി ഓഫ് എസ് എ നോഡ് ഫ്രം ദി റൈറ്റ് കൊറോണറി ആർട്ടറിയാണ് സപ്ലൈ ചെയ്യുക. ദെൻ തേർഡ് ബ്രാഞ്ച് ഇസ് ദി ആൻറ്റീരിയർ വെൻട്രിക്കുലർ ബ്രാഞ്ചസ് വിച്ച് സപ്ലൈസ് ദി ആൻറ്റീരിയർ സർഫസ് ഓഫ് ദ റൈറ്റ് വെൻട്രിക്കൽ. അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് മാർജിനൽ ബ്രാഞ്ച്. ദിസ് ബ്രാഞ്ച് റൺസ് അലോങ് ദ സ്റ്റെർണോകോസ്റ്റൽ മാർജിൻ അപ് ടു ദി അപ്പെക്സ്. Then fourth branch is the posterior ventricular branches which supplies the diaphragmatic surface of right ventricle. പിന്നെ fifth and the most important branch is the posterior interventricular artery. ഇത് posterior part of interventricular septത്തിന് സപ്ലൈ ചെയ്യും, എ വി നോഡിന് സപ്ലൈ ചെയ്യും in 60% cases, and right ventricle and left ventricleനെ സപ്ലൈ ചെയ്യും. ഇത്രയാണ് ബ്രാഞ്ചസ് ഓഫ് ദി റൈറ്റ് കൊറോണറി ആർട്ടറി. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒറിജിൻ ഇറ്റ് ഈസ് ഫ്രം ദി ലെഫ്റ്റ് പോസ്റ്റീരിയർ അയോർട്ടിക് സൈനസ്. കോഴ്സ് ആണെങ്കിൽ ആദ്യം ഇറ്റ് റൺസ് ബിറ്റ്വീൻ ദി പൾമണറി ട്രങ്ക് ആൻഡ് ലെഫ്റ്റ് ഓറിക്കിൾ. ദെൻ ഇറ്റ് ഡിവൈഡ്സ് ഇൻ ടു ദി ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി ആൻഡ് സർക്കംഫ്ലെക്സ് ആർട്ടറി. ഈ ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി ഇറ്റ് റൺസ് ഡൗൺ ഇൻ ദി ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ഗ്രൂവ് അപ് ടു ദി അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് ആൻഡ് ദെൻ പോസ്റ്റീരിയർലി പാസ് ചെയ്ത് പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ഗ്രൂവിൽ കൂടെ പോവും. എന്നിട്ട് ലാസ്റ്റ് ഇറ്റ് അനസ്റ്റമോസിസ് വിത്ത് ദി പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി ആൻഡ് ടെർമിനേറ്റ്സ്. ഇതാണ് ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറീൻ്റെ കോഴ്സ്. ദെൻ സർക്കംഫ്ലെക്സ് ആർട്ടറി ആണെങ്കിൽ ഇത് ലെഫ്റ്റ് മാർജിനിലോട്ട് വൈൻഡ് ചെയ്തിട്ട് ഇറ്റ് കണ്ടിന്യൂസ് ഇൻ ദ ലെഫ്റ്റ് പോസ്റ്റീരിയർ കൊറോണറി സൾക്കസ്, റീച്ചസ് ദ പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ഗ്രൂവ് ആൻഡ് അനസ്റ്റമോസിസ് വിത്ത് ദി റൈറ്റ് കൊറോണറി ആർട്ടറി. സോ നമ്മൾ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. അതിൻ്റെ 2 ബ്രാഞ്ചാണ് സർക്കംഫ്ലെക്സും അതേപോലെ തന്നെ ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറിയും. ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി ഇറ്റ് അനസ്റ്റമോസിസ് വിത്ത് ദി പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി ആൻഡ് ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് ആർട്ടറി ആണെങ്കിൽ ഇറ്റ് അനസ്റ്റമോസിസ് വിത്ത് ദി റൈറ്റ് കൊറോണറി ആർട്ടറി. ഓക്കെ, ദെൻ ബ്രാഞ്ചസ് ഓഫ് ദി ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ഫസ്റ്റ് വൺ ഇസ് ദി ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി. ഇത് സപ്ലൈ ചെയ്യുന്നത് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ഇൻ്റർവെൻട്രിക്കുലർ സെപ്റ്റം, ഗ്രേറ്റർ പാർട്ട് ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, പാർട്ട് ഓഫ് റൈറ്റ് വെൻട്രിക്കിൾ and part of left bundle branch of his. Then second branch is the circumflex artery which gives off a left marginal artery. So left marginal artery supplies the left margin of left ventricle up to the apex. Then diagonal artery which arises directly from the trunk of the left coronary artery. Fourth branch is the conus artery which supplies pulmonary conus. Fifth branch is atrial branches which supplies the left atrium. സോ ഇത്രയാണ് ബ്രാഞ്ചസ് ഓഫ് ദി ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊറോണറി ഡോമിനൻസ് ആണ്. സോ കൊറോണറി ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു അതാണ് ഡിപ്പെൻഡ് ചെയ്യുക. ദറ്റ് ഈസ് റൈറ്റ് കൊറോണറി ഡോമിനൻസ് പറഞ്ഞാൽ പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി അറൈസസ് ഫ്രം ദി റൈറ്റ് കൊറോണറി ആർട്ടറി. ലെഫ്റ്റ് കൊറോണറി ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി അറൈസസ് ഫ്രം ദി
circumflex branch of left coronary artery. Right dominance is in 90% of cases and left coronary dominance is in 10% of cases. നെക്സ്റ്റ് അനസ്റ്റമോസിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ അനസ്റ്റമോസിസ് കാരണം നമുക്ക് കൊളാട്രൽ സർക്കുലേഷൻ കിട്ടുമെന്ന് വെച്ചാൽ കൊറോണറി ആർട്ടറീൻ്റെ ടെർമിനൽ ബ്രാഞ്ചസ് തമ്മിൽ അനസ്റ്റമോസിസ് നടക്കുമ്പോഴാണ് നമുക്ക് കൊളാട്രൽ സർക്കുലേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇത് ഒക്ലൂഷനിൽ നമുക്ക് സഹായിക്കും. എന്നുവെച്ചാൽ ഇപ്പോൾ സ്ലോ ഒക്ലൂഷൻ ആണെങ്കിൽ നമുക്ക് കൊളാട്രൽ സർക്കുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ടൈം കിട്ടും. പക്ഷേ സഡൻ ഒക്ലൂഷൻ ആണെങ്കിൽ നമുക്ക് ആർട്ടറീസിന് അധികം സമയം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ കൊളാട്രൽ സർക്കുലേഷൻ നടക്കത്തില്ല ഇൻ സഡൻ ഒക്ലൂഷൻ. പക്ഷേ സ്ലോ ഒക്ലൂഷൻ ആണെങ്കിൽ കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് ക്ലിനിക്കൽ. ഇതിൻ്റെ ക്ലിനിക്കൽ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇസ് ആൻജൈന പെക്ടോറിസ്. ആൻജൈന പെക്ടോറിസിൽ നമ്മുടെ കൊറോണറി ആർട്ടറീസ് ഗെറ്റ്സ് നാരോഡ്. അത് അതിരോസ്ക്ലിയറോസിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊറോണറി ആർട്ടറി നാരോ ആവും. അപ്പോൾ ബ്ലഡ് സപ്ലൈ ടു കാർഡിയാക് മസിൽ റെഡ്യൂസ് ആയി പോവും. അപ്പോൾ നമ്മൾ എക്സേർഷൻ ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റും, അത് കാർഡിയാക് മസിലിൽ ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ല. സോ പെയിൻ ഇൻ ദ റീജിയൻ ഓഫ് ദ ലെഫ്റ്റ് പ്രിക്കോഡിയം ദാറ്റ് ഈസ് റെഫേർഡ് ടു ദ ലെഫ്റ്റ് ഷോൾഡർ, മീഡിയൽ സൈഡ് ഓഫ് ആം ആൻഡ് ഫോർ ആം, ആൻഡ് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെയിൻ റിലീവ് ചെയ്യും. ഇതാണ് നമ്മുടെ ആൻജൈന പെക്ടോറിസ്. പിന്നെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ട്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുമ്പോൾ സഡൻ ബ്ലോക്ക് ഓഫ് ദി ലാർജർ ബ്രാഞ്ച് ഓഫ് കൊറോണറി ആർട്ടറി. അപ്പോൾ ഇത് പ്രസൻറ്റ് ചെയ്തത് ക്ലിനിക്കലി ഇറ്റ് പ്രസൻറ്റ്സ് ആസ് pressure sensation and pain in chest which lasts greater than 30 minutes. Then nausea, vomiting, sweating, shortness of breath, tachycardia. പിന്നെ പെയിൻ റേഡിയേറ്റ്സ് ടു മീഡിയൽ സൈഡ് ഓഫ് ആം, ഫോർ ആം ആൻഡ് ഹാൻഡ്. ഇങ്ങനെയാണ് ഇത് ക്ലിനിക്കലി പ്രസൻറ്റ് ചെയ്യുക, മയോകാർഡിയൽ ഇൻഫാക്ഷൻ. നെക്സ്റ്റ് സൈറ്റ്സ് ഓഫ് കൊറോണറി ആർട്ടറി ഒക്ലൂഷൻ. എവിടെയൊക്കെയാണ് ഇത് ഒക്ലൂഡ് ചെയ്യുന്നത്? ഏറ്റവും മോസ്റ്റ് പ്രോബബിൾ സൈറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറിയാണ്. 40-50%. ഇത് ചിലപ്പോൾ 1 മാർക്കായിട്ട് ചോദിക്കാം. ഏത് ആർട്ടറിയാണ് കൂടുതൽ കോമൺ ആയിട്ട് ഒക്ലൂഡ് ആവുക? ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി. ദെൻ നെക്സ്റ്റ് നമ്മുടെ റൈറ്റ് കൊറോണറി ആർട്ടറി 30-40% ചാൻസ്. പിന്നെ സർക്കംഫ്ലെക്സ് ബ്രാഞ്ച് ഓഫ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി വിച്ച് ഇസ് 15-20% ചാൻസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ കൊറോണറി ആൻജിയോഗ്രാഫി. കൊറോണറി ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോൺട്രാസ്റ്റ് മീഡിയം ഇഞ്ചെക്റ്റ് ചെയ്യും ല്യൂമൻ്റെ അകത്തോട്ടേക്ക്. അപ്പോൾ നമുക്ക് കൊറോണറി ആർട്ടറീൻ്റെ അകത്ത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എവിടെയാണ് ബ്ലോക്ക് എന്നുള്ളത് നമുക്ക് ലോക്കലൈസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ കൊറോണറി ആൻജിയോഗ്രാഫി ചെയ്യുന്നത്, ടു ലോക്കലൈസ് ദി ബ്ലോക്ക് ഇൻ ദി ആർട്ടറി. ദെൻ കൊറോണറി ബൈപ്പാസ് സർജറി എന്ന് വെച്ചാൽ നമ്മൾ സെഗ്മെൻറ്റ് ഓഫ് വെയിൻ ഓർ ആർട്ടറി ഇസ് കണക്റ്റഡ് ടു ദി അസെൻഡിങ് അയോട്ട ആൻഡ് ദെൻ ടു കൊറോണറി ആർട്ടറി ഡിസ്റ്റൽ ടു ദ ഒബ്സ്ട്രക്ഷൻ. അപ്പോൾ നമുക്ക് ബ്ലഡിനെ ഷണ്ട് ചെയ്യാൻ പറ്റും ഫ്രം ദി അയോട്ട ടു ദ കൊറോണറി ആർട്ടറി ഡിസ്റ്റൽ ടു ബ്ലോക്കേജ് വിച്ച് ഇൻക്രീസസ് ദ സർക്കുലേഷൻ. സോ ഈ ഗ്രാഫ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് മെയിൻലി ഗ്രേറ്റ് സഫീനസ് വെയിനാണ് കോമൺലി ഈ ബൈപ്പാസ് ഗ്രാഫ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി. ഒരു സ്മോൾ കത്തീറ്റർ വിത്ത് എ ഇൻഫ്ലേറ്റബിൾ ബലൂൺ അറ്റാച്ച്ഡ് ടു ദ ടിപ്പ് is inserted into the obstructed coronary artery. So ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് എവിടെ കത്തീറ്റർ ഒബ്സ്ട്രക്ഷനിൽ എത്തുമ്പോഴത്തേക്കും ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യും. അപ്പോൾ എത്തീരോസ്ക്ലിറോട്ടിക് പ്ലാക്ക് ഫ്ലാറ്റൻ ആവും എഗെയിൻസ്റ്റ് ദ വെസൽ വാൾ. അപ്പോൾ എന്ത് പറ്റും, വെസൽസ് സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ ല്യൂമൻ സൈസ് ഇൻക്രീസ് ചെയ്തു, ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ഇത് ശരിയാക്കി. കൊറോണറി ആൻജിയോപ്ലാസ്റ്റി, ഇൻഫ്ലേറ്റബിൾ സ്മോൾ കത്തീറ്റർ വിത്ത് ആൻ ഇൻഫ്ലേറ്റബിൾ ബലൂൺ. ഓക്കെ, ഇൻസ്ട്രക്റ്റഡ് ഇൻ ടു ദ ഒബ്സ്ട്രക്റ്റഡ് കൊറോണറി ആർട്ടറി. സോ അത് കഴിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ആർട്ടീരിയൽ സപ്ലൈ ഓഫ് ദ ഹാർട്ട്. നെക്സ്റ്റ് നമ്മൾ വീനസ് ഡ്രെയിനേജ് ഓഫ് ദ ഹാർട്ടാണ് നോക്കുന്നത്. ഓക്കെ, വീനസ് ഡ്രെയിനേജ് എന്ന് പറയുമ്പോൾ അത് സിമ്പിളാണ്. വീനസ് ഡ്രെയിനേജിൽ വീനസ് ബ്ലഡ് ഫ്രം ഹാർട്ട് ഇസ് ഡ്രെയിൻഡ് ഇൻ ടു ദ റൈറ്റ് ഏട്രിയം ബൈ കൊറോണറി സൈനസ്, ആൻറ്റീരിയർ കാർഡിയാക് വെയിൻസ്, വീനെ കോർഡിസ് മിനിമേ ഓർ തെബേഷ്യൻ വെയിൻസ്. ഓക്കെ, ഇത് മൂന്നുമാണ്. സോ നമ്മൾ ആദ്യം കൊറോണറി സൈനസിനെ പറ്റി പറയുകയാണെങ്കിൽ അതാണ് നമ്മുടെ ലാർജസ്റ്റ് വെയിൻ ആൻഡ് ഇറ്റ് ലൈസ് ഇൻ ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി ഏട്രിയോവെൻട്രിക്കുലർ ഗ്രൂവ്. ഓക്കെ, അപ്പോൾ ട്രിബ്യൂട്ടറീസ് എന്തൊക്കെയാണ് കൊറോണറി സൈനസിൻ്റെ ട്രിബ്യൂട്ടറീസ്? ഫസ്റ്റ് വൺ ഇസ് ദ ഗ്രേറ്റ് കാർഡിയാക് വെയിൻ. ഓക്കെ, ഇറ്റ് accompanies the anterior interventricular artery and circumflex artery and it joins the left end of coronary sinus, great cardiac vein. Then മിഡിൽ കാർഡിയാക് വെയിൻ. മിഡിൽ കാർഡിയാക് വെയിൻ പോസ്റ്റീരിയർ ഇൻട്രാവെൻട്രിക്കുലർ ആർട്ടറിനെ അക്കമ്പനി ചെയ്യും ആൻഡ് ഇറ്റ് ജോയിൻസ് ദ കൊറോണറി സൈനസ് നിയർ ഇറ്റ്സ് ടെർമിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് സ്മോൾ കാർഡിയാക് വെയിൻ which accompanies the right ventricular artery in the right posterior coronary sulcus and joins the right end of the coronary sinus.
Then fourth one is the posterior vein of left ventricle. It runs on the diaphragmatic surface of the left ventricle and it joins the sinus to the left of the middle cardiac vein. Okay, അടുത്തതാണ് നമ്മുടെ oblique vein of left atrium or the vein of Marshall. Okay, it runs on the posterior surface of left atrium and enters the left end of the coronary sinus. എന്ന് വെച്ചാൽ oblique vein of left atrium runs on the posterior surface of left atrium. Then next is the right marginal vein. It accompanies the marginal branch of right coronary artery, joins the small cardiac vein or drains directly into the right atrium. Then seventh and the last one is the left marginal vein, which accompanies the marginal branch of left coronary artery, drains into coronary sinus. ഇത്രയുമാണ് നമ്മുടെ ട്രിബ്യൂട്ടറീസ് ഓഫ് ദി coronary sinus. 7 എണ്ണം. Okay. Then next we have the anterior cardiac veins, which is anterior cardiac veins is a series of small veins. അത് 3-4 ഉണ്ടാവുള്ളൂ and it runs across the surface of the right ventricle, opens into the right atrium. Sebaceous veins ആണെങ്കിൽ എന്താ extremely small veins ആണ് and it is present in the walls of the 4 chambers of the heart and it opens directly into the respective chambers. Sebaceous veins. Okay, so നമ്മൾ വിഷാംസിംഗിൽ ഫിഗർ നോക്കിയാൽ നമുക്ക് കാണാം. വി ഹാവ് ദി ഇതാണ് നമ്മുടെ കൊറോണറി സൈനസ് നമുക്ക് ഗ്രേറ്റ് കാർഡിയാക് വെയിൻ ഉണ്ട്, ദെൻ ലെഫ്റ്റ് മാർജിനൽ വെയിൻ ഉണ്ട്, മിഡിൽ കാർഡിയാക് വെയിൻ ആൻഡ് വി ഹാവ് സ്മോൾ കാർഡിയാക് വെയിൻ. ഓക്കെ, ദെൻ വി ഹാവ് ദ ഒബ്ലീക്ക് വെയിൻ ഓഫ് ദി ലെഫ്റ്റ് ഏട്രിയം, അത് നമ്മുടെ ഏട്രിയത്തിലോട്ടേക്ക് ഇതാക്കുന്നത് ട്രിബ്യൂട്ടറി വരുന്നത്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ a 55-year-old male brought to emergency department with complaints of severe squeezing chest pain, breathing difficulty, sweating and pain along the inner aspect of left upper limb. So first question is describe the origin, cause, relations and branches of the left coronary artery. അത് നമ്മൾ ഫസ്റ്റ് ഇതിൽ കണ്ടിട്ടുണ്ട്. Then describe the venous drainage. അതും നമ്മൾ നോക്കി. Then name 2 arteries supplying the heart most commonly involved in ischemic heart disease. അതാണ് ഏതാ മറ്റേ ബ്ലോക്ക് ചെയ്യുന്നത് ഏതൊക്കെയാ? ആൻറ്റീരിയർ interventricular artery 40-50% and right coronary artery 30-40%. സോ ഈ 2 ആർട്ടറിയുടെ പേര് എഴുതി വെച്ചാൽ മതി. സോ ഇത്രയുമാണ് നമ്മുടെ ബ്ലഡ് സപ്ലൈ ഓഫ് ദ ഹാർട്ട്. ഇത് എസ്സേ ടോപ്പിക്കാണ് ആൻഡ് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോ ഇതെന്തായാലും നിങ്ങൾ പഠിക്കണം ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.